ഞാൻ എന്റെ പെങ്ങളെ സാറിന് വിവാഹം കഴിച്ചു തരാം. എനിക്ക് സമ്മതമാണ് സാർ. എനിക്ക് സമ്മതമല്ല. സാവിത്രി, നീ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. എന്താലോചിക്കാനാണ്? ഇങ്ങനെയൊന്ന് ആഗ്രഹിക്കാൻ എന്റെ ജീവിതത്തിൽ എന്താണുള്ളത്? ചേട്ടനൊന്ന് ഓർത്തു നോക്ക്. ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിന്നു. അവിടെ ഒരാളെന്നെ ചതിച്ചില്ലേ? ഞാൻ അയാളുടെ കുഞ്ഞിന്റെ അമ്മയായി. ഇതൊക്കെ അറിയാവുന്ന ചേട്ടനാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വേണമെന്ന് പറയുന്നത്. സാവിത്രി, നീ നിന്റെ കഴിഞ്ഞ കാലം മറക്കണം. നമ്മൾ ആരും ഓർക്കാൻ പാടില്ല. നീ ഒരു പുതിയ ജീവിതം തുടങ്ങണം. എന്റെ ആഗ്രഹമാണ് മോളെ. ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ചേട്ടൻ ഇതൊക്കെ പറയുന്നത്? അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരാണെന്ന് അയാൾ മനസ്സിലാക്കിയാൽ എന്തായിരിക്കും എന്റെ ജീവിതം? അതാരും അറിയാൻ പോകുന്നില്ല. സുരേന്ദ്രൻ ഒരിക്കലും വിശ്വനാഥ് സാറിനെ കണ്ടുമുട്ടില്ല. നീ ഞാനും പറയാതിരുന്നാ മതി. അങ്ങോട്ട് നിന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അവിടെ നമ്മളെ ആരും അറിയില്ല. നീ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക. ഇല്ല ചേട്ടാ, അയാളെ കണ്ടിട്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഒരു വഞ്ചന ചെയ്തിട്ട് അയാളുടെ ഭാര്യയായി അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. കഴിയണം. നിനക്കൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെപ്പോലെ തെറ്റുപറ്റി എത്രയോ സ്ത്രീകൾ അതെല്ലാം മറന്ന് സുഖമായി ജീവിക്കുന്നു. തെറ്റുകളെ ഓർത്ത് മരിക്കുന്നതിനേക്കാൾ നല്ലത് അതെല്ലാം മറന്ന് ജീവിക്കുന്നതാണ്. വേണ്ട ചേട്ടാ, വേണ്ട. ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട. സാവിത്രി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്തൊക്കെയായാലും എവിടെയെങ്കിലും നീ സുഖമായിട്ട് ജീവിച്ചാൽ മതി. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഇല്ല ചേട്ടാ, ഇല്ല, എനിക്കത് കഴിയില്ല. പോടി, പോ. നിനക്ക് തോന്നിയ പോലെ ജീവിച്ചോ. ഞാൻ എവിടെയെങ്കിലും പോവാം. നിനക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാനെന്തിനാ? ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല ആലോചന വന്നപ്പോ നിനക്കത് വയ്യ, നിനക്കത് വേണ്ട. എടീ, ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിച്ചു, അറിയാവോ? നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഓടി, പോ. നിനക്ക് തോന്നിയ പോലെ ജീവിച്ചു, പോ. ചേട്ടാ, ഞാൻ കാരണം ചേട്ടൻ വിഷമിക്കരുത്, വേദനിക്കരുത്. ചേട്ടന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നെ കുറിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും ചേട്ടൻ എടുക്കാം. ഞാനിതനുസരിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥലം നോക്കാൻ വന്നതാ. ഓഹോ, അപ്പൊ നീ നന്നാകുന്ന ലക്ഷണമൊക്കെ ഉണ്ടല്ലോടാ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? നിനക്കെന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. നിന്റെ മോക്ക് സുഖം തന്നെയല്ലേ? അങ്ങനെയൊക്കെ കഴിയുന്നു. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് കൊള്ളാം. ഏതാടാ പെണ്ണ്? അത് ഇവിടുന്ന് കുറച്ച് അകലെയാണ്. പാവപ്പെട്ടൊരു പെണ്ണാണ്. 16-ാം തീയതി നടത്താനാണ് തീരുമാനിച്ചത്. കൊള്ളാം, ഗുഡ്. ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും വരാം. റൈറ്റ്, താങ്ക് യു വെരി മച്ച്. ഇതാണ് സാവിത്രി, നമ്മുടെ ആദ്യ രാത്രിയുടെ പ്രത്യേകത. മറ്റൊരു ഡാഡി മോള് കൂടി നിന്ന് കളിക്കുകയാണോ? ഇതാ മോക്ക്. സോറി, നിന്റെ കല്യാണത്തിന് വരാൻ എനിക്ക് പറ്റിയില്ല. അല്ലെങ്കിൽ നീ എന്നുള്ള വാക്ക് പാലിച്ചിട്ടുള്ളത്? അതുകൊണ്ടല്ല, എന്റെ ഫാക്ടറിയുടെ മെഷീനറീസ് ഒക്കെ വന്നു, അത് ഫിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ മിസ് എവിടെ? ഒന്ന് പരിചയപ്പെടുത്തടാ. സൗത്രി, സൗത്രി, നീ ഇവിടെ നിൽക്കും. ഞാൻ ആ ഫോണൊന്ന് അറ്റൻഡ് ചെയ്ത് വരാം. മമ്മി മമ്മി, ദേ ഒരു അങ്കിൾ വന്നിരിക്കുന്നു. ഡാഡിയുടെ ഫ്രണ്ടാ. പിന്നെ നമ്മുടെ ആ കൺസൈൻമെന്റ് കാര്യമൊക്കെ എന്തായി? ഒന്നുമില്ല. ശരി. പിന്നെ കാര്യം ചെയ്യണം. കുഴപ്പമൊന്നുമില്ലല്ലേ?
ആ ശരി. സാവിത്രി ഒന്നില്ലേ? നീ ഇരിക്കും. മമ്മി എവിടെ? മമ്മി കുളിക്കുക. സാവിത്രി, എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. ഞാൻ വിളിച്ചത് കേട്ടില്ലേ? അതിനിടയ്ക്ക് എന്റെ കുളി. ഒന്ന് വേഗം വാ. എടാ, അവൾ കുളിക്കുകയാണ്. നീ ഇരിക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് അല്പം ധൃതിയുണ്ട്, ഞാൻ പിന്നെ വരാം. റൈറ്റ്. നീ ഇതുവരെ കുളിച്ചില്ലേ? കുളിക്കുന്നു പറഞ്ഞിട്ട് അവൻ പോയി. കുളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഞങ്ങൾ പഴയ പരിചയക്കാരാണ്. അവൻ ഇവിടെ ഒരു ഫാക്ടറി വന്നിട്ടുണ്ട്. ആ, നമുക്കൊരുമിച്ച് ഒരു ദിവസം എന്റെ വീട്ടിൽ പോകണം. അവന്റെ അമ്മ നല്ല സ്ത്രീയാണ്. ആ, നീ ചെല്ല്, കുളിക്കാൻ നോക്ക്. ഹലോ, വിശ്വനാഥന്റെ വീടല്ലേ? അതെ, അദ്ദേഹം ഇവിടെ ഇല്ല. നിങ്ങളാരാ? എനിക്ക് അദ്ദേഹത്തിനെ അല്ല വേണ്ടത്, നിന്നെയാ. നിങ്ങളാരാ? എന്നെ നീ അത്ര വേഗം മറക്കാൻ വഴിയില്ലല്ലോ സാവിത്രി. ഒന്ന് ഓർത്തു നോക്ക്. ആരാണെന്ന് ചോദിച്ചത്? ഞാനോ? അത് പറയാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നേരിട്ട് വരാം. ഞാനിന്ന് 3 മണിക്ക് വരും. ആ സമയത്ത് വീട്ടിലാരും കാണില്ലല്ലോ. നിന്റെ ബെഡ്റൂമിൽ, നിന്റെ കിടക്കയിൽ എനിക്ക് നിന്റെ കൂടെ അല്പസമയം കഴിയണം. എതിർത്താൽ നിന്റെ ജീവിതം തകരും. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിന്റെ പഴയ സുരേന്ദ്രൻ. ഞാനിന്ന് 3 മണിക്ക് വരും. ദയവ് ചെയ്ത് നിങ്ങളൊന്നും ഉപദ്രവിക്കരുത്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. അത് എനിക്ക് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. എന്റെ ഭർത്താവ് നല്ലവനാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ പോലെ ആരാധിക്കുന്നു. ഈ രഹസ്യം അദ്ദേഹം അറിഞ്ഞാൽ ആ നല്ല മനുഷ്യന്റെ ജീവിതം കൂടി തകരും. സുരേന്ദ്രൻ, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. വേണേൻ ഇവിടെ വരരുത്. എന്റെ ഭർത്താവിനെ കാണരുത്. സാവിത്രി, സുരേന്ദ്രൻ നിനക്ക് പരിചയമുണ്ടോ? നിനക്കറിയാമെന്നാണ് ചോദിച്ചത്. എങ്ങനെ നിനക്ക് അവനെ അറിയാം? ഇവിടെ വെച്ച് നീ അവനുമായി പരിചയപ്പെട്ടു. എന്താണ് നിനക്ക് അവനുമായി? ഞാൻ അറിയാൻ പാടില്ല രഹസ്യം. ഒന്നും എന്നോട് ചോദിക്കരുത്, ഒന്നും എന്നോട് ചോദിക്കരുത്. ഹലോ, വിശ്വനാഥന്റെ ഓഫീസല്ലേ? അതെ, സാറ് നേരത്തെ വീട്ടിൽ പോയി. അങ്ങോട്ട് വിളിച്ചാൽ മതി. എനിക്കതറിയണം. നീയും എന്റെ ഭാര്യയുമായി എന്താണ് ബന്ധം? നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാനും നിന്റെ ഭാര്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ രണ്ടുപേരും എന്തോ രഹസ്യം വിളിക്കുന്നു. അതാണ് എനിക്കറിയേണ്ടത്. വിശ്വനാഥ, നീ അറിയേണ്ട കാര്യമില്ല. അറിയാതിരിക്കുകയാണ് നല്ലത്. എനിക്കതറിയണം. പറയാ. പറയാം.
സാവിത്രി പാവം, വിവാഹത്തിന് മുമ്പ് അവക്കൊരു തെറ്റുപറ്റി. അതിന് ഇപ്പൊ നീ അവളെ ശിക്ഷിക്കരുത്. എത്രയോ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തെറ്റുപറ്റുന്നു. ഇവൾ എന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ഞാൻ എന്റെ കൊച്ചു പെങ്ങളായിട്ടാണ് അവളെ കരുതിയിരുന്നത്. എടാ, ഒരു കാളവണ്ടിക്കാരൻ ശിവരാമനല്ലേ നിനക്ക് ഇവളെ വിവാഹം ചെയ്തെന്നത്? അവൻ ഇവളുടെ സഹോദരനല്ല. എന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന കാലത്ത് ഇവക്ക് അവനുമായി പറയാൻ കൊള്ളരുതാത്ത ബന്ധമുണ്ടായിരുന്നു. എന്നോടവൻ സഹോദരനാണെന്നല്ലേ പറഞ്ഞത്? എല്ലാവരോടും അങ്ങനെ പറയുന്നത്. അവന്റെ ഒരു കുഞ്ഞിനെ ഇവള് പ്രസവിച്ചു. അതിനെ അവൻ ഇവിടെ കുഴിച്ചു മൂടുകയും ചെയ്തു. ഇവളവന്റെ പെങ്ങളൊന്നും അല്ലെന്നേ, ഒരു കുറിപ്പിന്റെ മോള. ഇവനുമായിട്ടുള്ള ഈ ബന്ധം കാരണം അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാ. നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്നുള്ള കാര്യം ഇവളെങ്ങനെയോ മനസ്സിലാക്കി. ഇതൊക്കെ ഞാൻ നിന്നോട് പറയുന്ന ഇവളുടെ പേടി. ഐ എം സോറി. ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞത്. നീ പറയിപ്പിച്ചതാണ്. സാവിത്രി നല്ലൊരു സ്ത്രീയാണ്. അവളോടൊന്നും ചോദിക്കണ്ട. നീ കഴിഞ്ഞ എല്ലാം മറക്കാം. എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക. നീ ഇല്ലാത്തപ്പം ആ കാളവണ്ടിക്കാരെ ഇപ്പോഴും അവിടെ വരുന്നുണ്ട്. നീ അവനെ അവിടെ കയറ്റായിരുന്നാ മതി.